പത്തനംതിട്ട കല്ലറക്കടവ് അച്ഛൻ കോവിലാറ്റിൽ വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ടു. പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു. നന്ദുഷ വിവരങ്ങൾ നൽകും. നന്ദുഷ, എപ്പോഴായിരുന്നു അപകടം? 2 വിദ്യാർത്ഥികളാണ് ഒഴുക്കിൽപ്പെട്ടത്. 1 മണിയോടുകൂടിയാണ് പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ 7 പേർ കല്ലറക്കടവിൽ കുളിക്കാനെത്തുന്നത്. തടയണയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് കുളിക്കുകയായിരുന്നു അവർ. ഒപ്പം തടയണയുടെ പരന്ന ഭാഗത്ത് കിടക്കുകയും ചെയ്തിരുന്നു 2 വിദ്യാർത്ഥികൾ. ഈ കിടന്ന വിദ്യാർത്ഥികളിൽ ഒരാളാണ് ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ആറിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത്. പോയ വിദ്യാർത്ഥിക്കൊപ്പം ആ വിദ്യാർത്ഥിയെ രക്ഷിക്കാനായി മറ്റൊരു വിദ്യാർത്ഥി കൂടി ആ ഭാഗത്തേക്ക് എടുത്തു ചാടുകയായിരുന്നു. 2 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. അജ്സൽ അജി, അതോടൊപ്പം നബീൽ നിസാം എന്നീ 2 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായിട്ടാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ പ്രത്യേക സ്ക്യൂബ ടീമും എത്തി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഒഴുക്ക് വളരെ ശക്തമായ ഒഴുക്കുള്ളതിനാൽ തിരച്ചിൽ വളരെ പ്രയാസകരമാണെന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എങ്കിലും സ്ക്യൂബ ടീം സംഘങ്ങളായി തിരിഞ്ഞ് ഈ പ്രദേശത്ത് കുട്ടികൾക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് നാട്ടുകാരെയും ഫയർഫോഴ്സിനെയും അപകട വിവരം അറിയിക്കുന്നതും. അവരും ഈ അപകട സ്ഥലത്ത് തന്നെ ഉണ്ട്. ഏതായാലും ഓണപരീക്ഷ എഴുതിയ ശേഷമാണ് വിദ്യാർത്ഥികൾ ഈ കല്ലറക്കടവിലേക്ക് എത്തുന്നത്. അതിന് സ്ഥിരമായി ഇവരിവിടെ കുളിക്കാൻ എത്താറുള്ളവരാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപകട സാധ്യത ഏറിയ ഒരു കടവാണെന്ന് നിരവധി തവണ വിദ്യാർത്ഥികൾ അതിശക്തമായ ഒഴുക്കുള്ളതും തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ? തീർച്ചയായും വളരെ വലിയ ഒഴുക്കുള്ളതിനാൽ സ്ക്യൂബ ടീം വളരെ പണിപ്പെട്ടാണ് തിരച്ചിൽ നടത്തുന്നത്. അവരുടെ ഡിങ്കി ബോട്ടിന് പോലും ഒഴുക്കിനെ പ്രതിരോധിച്ചുകൊണ്ട് തിരച്ചിൽ നടത്തുന്ന സ്ഥലത്തേക്ക് പോകാനായി സാധിക്കാത്ത ഒരു ഘട്ടമൊക്കെ വന്നു. അതോടൊപ്പം നല്ല ചെളിയും ഈ പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക പരിശീലനം ലഭിച്ച സ്ക്യൂബ ടീം അംഗങ്ങളാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉടനടി വിദ്യാർത്ഥികളെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് ഫയർഫോഴ്സ് സംഘങ്ങളുടെ പ്രതീക്ഷ.